കേരളത്തിൽ ശക്തമായ മാവോയിസ്റ്റ് ഭീഷണിയുണ്ടെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് കാട്ടുകള്ളൻ വീരപ്പനെ വകവരുത്തിയ മുൻ IPS ഉദ്യോഗസ്ഥനും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ സീനിയർ സുരക്ഷാ ഉപദേഷ്ടാവുമായ വിജയകുമാർ. എന്നാൽ കേരളത്തിൽ മാവോയിസ്റ്റ് സാന്നിധ്യമുണ്ട്. മാവോയിസ്റ്റുകൾ ഇപ്പോൾ തങ്ങൾക്ക് അനുകൂലമായ പ്രചാരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്ന അവസ്ഥയിലാണ്. ഇതിനെ നേരിടാൻ കേരളം എതിർപ്രചാരണങ്ങൾ ഊർജിതമാക്കണമെന്നും വിജയകുമാർ പറഞ്ഞു. കാട്ടുകള്ളൻ വീരപ്പനെ വകവരുത്തിയ ഓപ്പറേഷൻ കൊക്കൂൺ സംഘത്തിന് നേതൃത്വം നൽകിയ തമിഴ്നാട് കേഡർ മുൻ IPS ഉദ്യോഗസ്ഥനും CRPF മുൻ ഡയറക്ടർ ജനറലും മലയാളിയുമായ K. വിജയകുമാർ ജനമൈത്രി പോലീസിന്റെ ദേശീയ ശില്പശാലയിൽ പങ്കെടുക്കുന്നതിനാണ് തലസ്ഥാനത്തെത്തിയത്. ജനമൈത്രി പോലീസും ആഭ്യന്തര സുരക്ഷയും എന്ന വിഷയത്തിൽ നടന്ന ചർച്ചയിൽ വിജയകുമാർ പ്രസംഗിച്ചു. കേരളത്തിൽ മാവോയിസ്റ്റ് ഭീഷണിയില്ലെന്നും എന്നാൽ കേരളത്തിൽ മാവോയിസ്റ്റ് സാന്നിധ്യമുണ്ടെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ സീനിയർ സുരക്ഷാ ഉപദേഷ്ടാവായ വിജയകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. So situation can be definitely checked. It's not that grave a situation. Kerala police is also doing its best. Anti-Naxal efforts will have to be stepped up. ഇപ്പോൾ മാവോയിസ്റ്റ് എന്ന് പറയുന്നത് നാക്സൽ എന്ന് പറയുന്നില്ല, മാവോയിസ്റ്റ് എന്ന് പറയുന്നത് അവർ ആ ഫോഴ്സിൻ്റെ സ്ട്രെങ്ത് ഇനിയും കുറച്ച് ഒരുപക്ഷെ അവർ കൂട്ടേണ്ടി വരും. ഞാൻ DGന്റെ അടുത്തും ബാക്കിയുള്ളവരുടെ അടുത്തും ഡിസ്കസ് ചെയ്യും. മാവോയിസ്റ്റുകളെ നേരിടുന്നതിൽ കേരളം വിജയകരമായ പ്രവർത്തനമാണ് നടത്തുന്നത്. കേരള, കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുടെ പ്രവർത്തനം മാവോയിസ്റ്റ് ഭീഷണി നേരിടാൻ ആവശ്യമാണെന്ന് വിജയകുമാർ പറഞ്ഞു. പക്ഷേ തമിഴ്നാട് ഫോഴ്സസ് അവിടെ കുറച്ച് അലേർട്ടായിരിക്കുന്നുണ്ട്, കൂടല്ലൂരിലും ഊട്ടി ഏരിയയിലൊക്കെ. അപ്പോൾ ഇവിടെയും അവിടെ നല്ല സ്പെഷ്യൽ ഫോഴ്സ് ഉണ്ട്. അവിടെ കർണാടകത്തിലും സ്പെഷ്യൽ ഫോഴ്സ് ഉണ്ട്. ഈ സ്പെഷ്യൽ ഫോഴ്സ് മൂന്നും കൂടിയിട്ട് നല്ല കോർഡിനേറ്റ് ചെയ്യേണ്ടി വരും. ഇനിയും ഓപ്പറേഷൻ സ്റ്റെപ്പ് ചെയ്യേണ്ടി വരും. ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ സിറ്റുവേഷൻ അത്ര മോശമായിട്ടില്ല. സ്ഥിതി വന്നിട്ട് കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റും. അത്ര പബ്ലിക് വന്നിട്ട് നമ്മൾ ഗവൺമെൻറ് പ്രൊപ്പഗണ്ടയും ഗവൺമെൻറ്റിൻ്റെ ആക്ടിവിറ്റീസും ഗവൺമെൻറ്റിൻ്റെ പ്രോജക്ട്സും അതൊക്കെ ഇൻക്രീസ് ആകുമ്പോൾ അവിടെ റീച്ച് അധികമാകുമ്പോൾ ഇനിയും ബെറ്റർ ആവും, നമ്മൾ കണ്ടതിൽ വരും. അതുകൊണ്ട് ഇപ്പോൾ ഉള്ള സ്ഥിതി എന്താണെന്ന് വെച്ചാൽ അവർ പ്രൊപ്പഗണ്ട സ്റ്റേജിലാണ്. നമ്മളുടെ കൗണ്ടർ പ്രൊപ്പഗണ്ട സ്റ്റേജ് ഇമ്പ്രൂവ് ചെയ്യണം, നമ്മളുടെ കോർഡിനേഷൻ ആൻഡ് ഓപ്പറേഷൻ ഇമ്പ്രൂവ് ചെയ്യണം. സുരക്ഷാ കാരണങ്ങളാൽ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താനാകില്ലെന്നും കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല എന്നിവരെ താൻ സന്ദർശിക്കുമെന്നും വിജയകുമാർ പറഞ്ഞു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.